അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് രാജ്യം. ദില്ലി ജൻപത്തിലെ വസതിയിൽ നിരവധി പേരാണ് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നത്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കൾ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി. കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. നാളെ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് രാജ്യത്ത് 7 ദിവസത്തെ ദുഃഖാചരണമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നോബൽ ബാരിക്കാരനും പിയാസുനിലും നമുക്കൊപ്പം ചേരുന്നു ഡൽഹിയിലെ വിവരങ്ങളുമായി. നോബൽ ബാരിക്കാരൻ, എപ്പോഴത്തേക്കാണ് ഭൗതിക ശരീരം കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോവുക? പ്രധാനമന്ത്രി അടക്കമുള്ള മറ്റു മന്ത്രിസഭയിലെ അംഗങ്ങൾ ഈ ജൻപത്തിലെ വീട്ടിലേക്ക് എത്തിച്ചേരുമോ? എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അരുൺ, ജൻപത്തിലെ 3-ാം നമ്പർ വസതിയാണ് മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം ഇപ്പോഴും ഉള്ളത്. കോൺഗ്രസ് ആസ്ഥാനത്ത് നാളെയായിരിക്കും പൊതുദർശനം എന്ന നിർണായക വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് മൻമോഹൻ സിംഗിന്റെ അമേരിക്കയിലുള്ള മകൾ ഇവിടെ തിരിച്ചെത്തുകയുള്ളൂ. അതിനുശേഷം കുടുംബത്തോടൊപ്പം തന്നെ ആയിരിക്കും ഭൗതിക ശരീരം ഇന്ന് ഉണ്ടാവുക. നാളെ അതിനുശേഷം AICC ആസ്ഥാനത്ത് പൊതുദർശനം എന്നാണ് ഇപ്പോൾ വിവരം പുറത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ രാജ്ഘട്ടിൽ തന്നെ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം ഒഴുകാനുള്ള സ്ഥലം കേന്ദ്ര സർക്കാർ അനുവദിക്കുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസിന് ഈ ഘട്ടത്തിലുള്ളത്. 11 മണിക്കാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ പ്രധാനപ്പെട്ട മന്ത്രിസഭാ യോഗം ഉള്ളത്. AICC ആസ്ഥാനത്ത് നിന്ന് നിരവധി നേതാക്കൾ ഇതിനോടകം തന്നെ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് KC വേണുഗോപാൽ, അതോടൊപ്പം തന്നെ സന്ദീപ് ദീക്ഷിത് അടക്കമുള്ള നേതാക്കളാണ് നിലവിൽ മൻമോഹൻ സിംഗിന്റെ വസതിയിലെത്തി കുടുംബാംഗങ്ങൾക്കൊപ്പം ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തും എന്ന വിവരമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റ് നേതാക്കൾ, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഇന്ന് എത്തി അന്തിമോപചാരം അർപ്പിക്കും എന്ന സൂചനകളും ഈ ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നു. അതീവ സുരക്ഷയാണ് ഇപ്പോൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. VIP-കൾ ഓരോരുത്തരായി ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വലിയ തരത്തിലുള്ള സുരക്ഷ ഒരുക്കി മാധ്യമപ്രവർത്തകരെ അടക്കം ഒരു ബാരിക്കേഡ് തീർത്തുകൊണ്ട് മറ്റൊരു സൈഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്താണെങ്കിലും ഭൗതിക ശരീരം ഇന്നലെ രാത്രി 12:54 ഇവിടെ വീട്ടിലെത്തിച്ചത്. അതിനു പിന്നാലെ രാത്രി തന്നെ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള നേതാക്കൾ എത്തി അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. വീണ്ടും നേതാക്കൾ അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ട് എത്തും എന്നാണ് ഇപ്പോൾ വിവരം ഉള്ളത്. നിലവിലത്തെ മന്ത്രിസഭാ യോഗമാണ് എവിടെയായിരിക്കണം അദ്ദേഹത്തിന് സംസ്കാര ചടങ്ങുകൾക്ക് സ്ഥലം അനുവദിക്കുക എന്ന കാര്യത്തിൽ തീരുമാനം എടുക്കുക. അത് രാജ്ഘട്ടിനടുത്ത് തന്നെ ലഭിക്കും എന്ന സൂചനയാണ് കോൺഗ്രസ് വൃത്തങ്ങൾ ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുകയും ചെയ്യുന്നത്. KC വേണുഗോപാൽ അല്പം മുമ്പ് വ്യക്തമാക്കിയത് ഈ പൊതുദർശനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ആസ്ഥാനത്തെ പൊതുദർശനവുമായി ബന്ധപ്പെട്ട അന്തിമ തീരുമാനം മന്ത്രിസഭാ യോഗത്തിന് തീരുമാനം അറിഞ്ഞ ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ്. നാളെ കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനത്തിൽ വയ്ക്കുക, അതിനുശേഷം സംസ്കാര ചടങ്ങുകളിലേക്ക് പോകാനുമാണ് ഇപ്പോൾ ഏറെക്കുറെ ധാരണയായിരിക്കുന്ന സമയക്രമം മാത്രമാണ് ഇനിയിപ്പോൾ അതിലൊരു തീരുമാനത്തിലേക്ക് എത്താനുള്ളത് എന്നും അറിയാൻ കഴിയുന്നു. പ്രധാനപ്പെട്ട വിവിധ രാഷ്ട്രങ്ങളിലെ എംബസിമാരിലെ ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തി മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിക്കും എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം ഇപ്പോഴും ജൻപത് 3-ലെ വസതിയിൽ തന്നെ ഉണ്ട്. പ്രധാനപ്പെട്ട നേതാക്കൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ തന്നെയാണ് ഇപ്പോഴും ഡോക്ടർ മൻമോഹൻ സിംഗ് ഉള്ളത്. ഇന്ന് കോൺഗ്രസ് ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകില്ല എന്നാണ് നോബൽ ബാരിക്കാരൻ പറയുന്നത്. നാളെയായിരിക്കും കോൺഗ്രസ് ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാവുക. അതിനുശേഷമായിരിക്കും രാജ്ഘട്ടിൽ പ്രത്യേകം ഒരുങ്ങുന്ന ഇടത്ത് മൻമോഹൻ സിംഗും അന്ത്യവിശ്രമം കൊള്ളുക.